താങ്കളെ അയച്ചിട്ടില്ല അല്ലെ? എത്ര സ്ഥലത്ത് ഖുർആൻ അങ്ങനെ പറയുന്നുണ്ട്? അപ്പൊ അതിന്റെ ബാക്കി ഓതണം, അപ്പോഴേ അർത്ഥം കിട്ടും. ഫവൈലുൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കാകുന്നു നാശം. അതൊരായത്താ. ആ ആയത്തോതിയിട്ട് നിസ്കരിക്കുന്നവർക്കാകുന്നു നാശം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്ത് വേണോ? പള്ളി വേണ്ട, പള്ളി ഉണ്ടാക്കണ്ട, പള്ളിപ്പിരിവ് വേണ്ട എന്ന ഓനെ മന്ദബുദ്ധിനെ വിളിക്കാൻ കഴിയുള്ളൂ. അതിന്റെ അപ്പുറത്ത് കുറെ വാചകമുണ്ട്. ആ വാചകം കേൾപ്പിക്കാൻ ധൈര്യമില്ലാത്ത ഒരു മിനിറ്റ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് മുജാഹിദികളോട്, എന്റെ ക്ലിപ്പിംഗ് ആയിരിക്കും സുന്നികൾ കൂടുതൽ ഇടുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ പ്രസംഗത്തിന്റെ ഒരു മിനിറ്റ് അപ്പുറവും ഒരു മിനിറ്റ് ഇപ്പുറവും ഇടാൻ ധൈര്യമുള്ള ഒരൊറ്റ പണ്ഡിതൻ സമസ്തയിലുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ആണായി പിറന്ന ഒരുത്തൻ, നട്ടലുള്ള ഒരു മിനിറ്റ് അപ്പുറം, എന്റെ കേസറ്റ് കേൾപ്പിക്കുന്നതിന്റെ ഒരു മിനിറ്റ് അപ്പുറവും ഒരു മിനിറ്റ് ഇപ്പുറവും കേട്ട് അവരെ കാറ്റുപോകും. ഞാൻ എന്താ പറയുന്നത്, എന്താ വിശദീകരിക്കുന്നത്, എന്താ പഠിപ്പിക്കുന്നത്? മാത്രമല്ല, ഈ കേസ് 2.5 മണിക്കൂറുള്ള ഒരു പ്രസംഗത്തിൽ നിന്നാണല്ലോ ഒരു മിനിറ്റ് പോട്ടെ, 1 മിനിറ്റ് 30 സെക്കൻഡ്, 10 സെക്കൻഡ്, 2.5 സെക്കൻഡ് ഒക്കെ ഇടുന്നത്. ഒരു നാട്ടിലൊരാൾ മൈക്കെട്ടിയിട്ട് 2.5 സെക്കൻഡ് വയലേതായാലും പറയില്ലല്ലോ. 2.5 മണിക്കൂർ പ്രസംഗിച്ച ഒരു പ്രസംഗത്തെയാണ് ഇത്ര നികിഷ്ടമായി കട്ട് ചെയ്ത് കളിപ്പിക്കുന്നത്. ഒരൊറ്റ ക്ലിപ്പിംഗും സത്യസന്ധമല്ല. എന്റെ ക്ലിപ്പിംഗ് ഇട്ടത് ഒരെണ്ണം പോലും ഞാൻ ആ പറഞ്ഞതുമായോ നിങ്ങൾ ധരിച്ചതുമായോ അതിന് ബന്ധമില്ല, ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് എന്ത് വേണം? ഓരോ നാട്ടിലും ഞാൻ പ്രസംഗിച്ചത് പൂർണ്ണമായിട്ട് കേട്ട സമസ്തക്കാർക്കും ഇല്ല പരാതി, ബാക്കിയുള്ളവർക്കില്ല. കാസർഗോഡ് നടത്തിയ ഒരു പ്രസംഗം ഇവിടെ കൊണ്ടുവന്നിട്ട് അരവാക്ക്, അതാണ് ഒന്ന്, ഇവിടെ ഇട്ട കേസറ്റിൽ ഒന്ന്, അത് കേൾപ്പിക്കാം. അതിനപ്പുറം ഞാൻ അതിന് വിപരീതം പറഞ്ഞു. ഏത്? ഞാൻ കള്ളു കുടിച്ചു എന്നിങ്ങനെ ഒരാൾ പറഞ്ഞു നിർത്തി എന്ന് ഭാസ്കരൻ പറയുന്നു എന്നതിന്റെ തൊട്ടപ്പുറത്തുണ്ട്. അപ്പൊ എന്റെ കേസറ്റ് ഞാൻ കള്ളു കുടിച്ചു, കണ്ടോ? പാൽശ്ശേരി പറഞ്ഞു കേട്ടോ, അയാൾ കള്ളു കുടിച്ചു. ഇതാണ് സക്കാബിമാര്. ഭയങ്കര നിങ്ങളുടെ ചർമ്മ സൗഭാഗ്യ അപാരാണ്. കണ്ടാമൃഗം പോലും തോറ്റുപോകും, കണ്ടാമൃഗം പോലും നിങ്ങളോട് തോറ്റുപോകും. അത്ഭുതകരമാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറയട്ടെ, ഇനി ഇവിടെ വരുമ്പോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും 1 മിനിറ്റ് എന്റെ കേസറ്റ, അതിനത് കേൾക്കണമെങ്കിൽ ഈ ഇടുന്ന സാധനങ്ങൾ ഇത് കേൾക്കണ്ടേ? മർക്കസ് സക്കാഫത്ത് സുന്നിയെന്ന് ഇതിനു വേണ്ടി ഇരുന്നിട്ട് ശമ്പളം കൊടുത്ത് ഒരു കൂട്ടരെ ഇറക്കി കൊടുക്കുന്ന അത് ഏത് കേസറ്റിലാന്ന് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കണ്ട. നിങ്ങൾ മുജാഹിദ് ബാലിശ്ശേരി അടുത്ത കേസറ്റിന്റെ പേരൊന്ന് പറയാമോ? അത് തന്നെ. കാരണം ഇതിങ്ങനെ ആക്കിയിട്ട് പൈസക്ക് ശമ്പളമൊക്കെ കൊടുത്ത് നിർത്തി ഓലിങ്ങനെ 35-45 തന്നെ പാക്ക് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. അത് ഇട്ടപ്പുറം കേൾപ്പിച്ചിട്ട് തെറ്റിദ്ധരിപ്പിക്കുക. അതിന് കഴിഞ്ഞു വേറെ ഒന്നുമില്ല. അതില് വേറെ ഒന്നുമില്ല. വേറെ ഒരു കാര്യം അതിലില്ല. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്നത് പ്രസംഗിക്കുന്ന ഉസ്താദിന് വെറുതെ ഒരു കുറിപ്പ് കൊടുക്കുക. നിങ്ങൾ ഇവിടെ ഇട്ട മുജാഹിദ് ബാലിശ്ശേരിയുടെ ക്ലിപ്പിംഗ് ഏത് കേസറ്റിലാണ് അതിന്റെ പേരൊന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി. അപ്പൊ കാണങ്ങൾക്ക് ഉസ്താദിന്റെ ഒക്കെ ഒരു വീര്യവും വിപ്ലവവും അറിവും കഴിവും തന്റേടോ ഒക്കെ മനസ്സിലായോ? കൂലി വയലുകാരാണ് കേട്ടോ. സലാത്തും ചൊല്ലി പൈസയും പിരിച്ച് ആരാന്റെ ഹറാമെന്നൊന്ന് ജീവിക്കുന്നവന് ഇതും ചെയ്യാ, ഇതിൽ കഴിഞ്ഞപ്പുറവും ചെയ്യാ. ആ ജാതിനെ കൊണ്ടുവരാനും പേറാനും ഈ ദുനിയാവിൽ മനുഷ്യന്മാരെ കിട്ടുന്ന ഒരു കാലം, ഒരു വല്ലാത്ത കാലം തന്നെയാണത്. ഒരായത്തോടാൻ അറിയില്ല, ഹദീസ് ഉദ്ധരിക്കാൻ അറിയില്ല, അത് പഠിപ്പിച്ചു കൊടുക്കാൻ അറിയില്ല, അതോതി ദീന് പഠിപ്പിക്കാൻ അറിയില്ല, അതോതി ഇസ്ലാമിന്റെ തെറ്റിദ്ധാരണ തിരുത്താൻ അറിയില്ല. എന്നിട്ട് ചാത്തു കർലാസേറ്റിക്ക് നടക്കുക. ഇത് ജനങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെയാണ് ഒന്നാമത്തെ കാര്യം. പടച്ച തമ്പുരാനെ ശരിക്കും നേർക്ക് നേരെ പഠിക്കണം. ആരാണ് പടച്ച തമ്പുരാൻ? മുസ്ലിം സമുദായത്തിൽ അള്ളാനെ മനസ്സിലാക്കുന്നിടത്ത് വമ്പിച്ച തകരാറ്. പടച്ച തമ്പുരാനെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതിൽ പറ്റാന്തരമുള്ള ഒരു സംഘടനയിലെ മുജാഹിദ് പ്രസ്ഥാനം. മുജാഹിദ് പ്രസ്ഥാനം തീർത്തു പറയുന്നു, പ്രാർത്ഥന ഇബാദത്താണ്. അത് അള്ളാഹു അല്ലാത്ത ഒരാളോടും നടത്താൻ പാടില്ല. പടച്ച തമ്പുരാൻ നിങ്ങൾ ചിന്തിക്കണം. ഈ സമുദായം ആചരിക്കുന്നതിനെ ആചരിക്കുക എന്നല്ലാതെ ചിന്തിച്ചിട്ടും പഠിച്ചിട്ടും ഒന്നല്ല. ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ എന്ന് പറയുന്ന ആരെങ്കിലും നിങ്ങൾ മുസ്ലിങ്ങൾക്കിടെ കണ്ടിട്ടുണ്ടോ? ഇബ്രാഹിം നബിയെ കാക്കണേ, ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ എന്ന് പറയുന്ന ഒരു സമസ്തക്കാരൻ നിങ്ങൾ ഇന്നൊന്നു വരെ കണ്ടിട്ടുണ്ടോ? എന്താ പറയാത്തത്? ഇനി പറയുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, നോട്ട് ചെയ്യണം. ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് പറയുന്ന ഒരു സമസ്തക്കാരൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇസ്മായിൽ നബിയെ കുട്ടികളെ തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമസ്തക്കാരൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ദാവൂദ് നബിയെ കാക്കണേ, മൂസാ നബിയെ രക്ഷിക്കണേ, മൂസാ നബിയെ എന്റെ രോഗം മാറ്റണേ, ഹാറൂൻ നബിയെ എന്റെ രോഗം മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മുസ്ലിം നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്തല്ലാത്ത
ഇബ്രാഹിം നബിയെ രക്ഷിക്കണേന്ന് എന്താ സമസ്തക്കാർ പറയാത്തത്? ഇബ്രാഹിം നബി കേൾക്കില്ല ഞങ്ങളുടെ വാദം അല്ല. ഇബ്രാഹിം നബി മഹാനല്ലാന്നോ? ഇബ്രാഹിം നബിക്ക് മൗജിദത്തില്ലാന്നോ? തീക്കുണ്ടാരത്തിൽ നിന്ന് ഒരു പൂന്തോട്ടത്തിൽ ഇരിക്കുന്നവനെ പോലെ രക്ഷപ്പെട്ടു പോകുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ എന്തുകൊണ്ട് നിങ്ങൾ വിളിക്കുന്നില്ല? മഹാനല്ല നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? കേൾക്കൂല നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? നിങ്ങളുടെ വാദപ്രകാരം അമ്പിയാക്കളൊക്കെ കേൾക്കണമല്ലോ. എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ഇബ്രാഹിം നബിനെ വിളിക്കണില്ല? ഇബ്രാഹിം നബിന്റെ മേലെയാണോ മൊയ്തീൻ ശൈഖ്? ഇബ്രാഹിം നബിന്റെ മേലെയാണോ മമ്പറന്നങ്ങള്? ഇബ്രാഹിം നബിയുടെ മേലെയാണോ ഉള്ളാളന്നങ്ങള്? ആണോ? ഇബ്രാഹിം നബിയുടെ മേലെയാണോ ഏർവാടി ശൈഖ്? ആണോ? ഇബ്രാഹിം നബിന്റെ മേലെയാണോ ബാക്കിയുള്ളവര്? അല്ല. അപ്പൊ എന്താ വിഷയം? ഇതിന്റെ അർത്ഥം ഇബ്രാഹിം നബിനെ വിളിക്കാന്നാ? എന്നാ കുഴപ്പമില്ലാന്നാ? അല്ല. അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പഠിപ്പിച്ചില്ല. വിശുദ്ധ ഖുർആനിൽ മൻബത്ത് ബീവിന്റെ പേരുണ്ടോ? ഇല്ല. മൻബത്ത് ബീവിന്റെ പേരുണ്ടോ? ഭീമാ പള്ളി ബീവിന്റെ പേരുണ്ടോ? ഭീമാ മീറ്റന്റെ? ഇല്ല. കന്യാമറിയമിന്റെ പേര് ഖുർആനിലില്ലേ? ഉണ്ട്. എത്ര സ്ഥലത്തുണ്ട്? 34 സ്ഥലത്ത്. 34 സ്ഥലത്ത് മറിയം ബീവിയുടെ പേരുണ്ട്. എന്നാണ് ഖുർആൻ അതിനെ 3-ാം അധ്യായം 42-ാമത്തെ വചനം സൂറത്ത് ആൽ ഇംറാനിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം മറിയം ബീവിക്ക്. ലോക സ്ത്രീകളിൽ ഏറ്റവും സമുന്നതമായ സ്ഥാനമാണ് മറിയം ബീവിക്ക് അല്ലാഹു നൽകി. മറിയം ബീവിയെ ഖുർആൻ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്ത് മറിയം 19-ാം അധ്യായം. അത്ര ശ്രേഷ്ഠയാക്കപ്പെട്ട മറിയം ബീവിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനി പേറ്റവൻ ഊരും പേരറിയില്ല, മശുകൂറും കുറവല്ല, ബഹുമാനർ തീർന്നുള്ള നാട് അത്. വെളിയങ്കോടുമ്മർ കാളി കുഞ്ഞിമരക്കാർ ഷഹീദോരും ബഹുമാനരൊക്കെ പെറ്റ നാട് എന്നാ പറയലേ. ഊരും പേരറിയില്ല, മശുകൂറും കുറവല്ല, ബഹുമാനർ തീർന്നുള്ള നാട്. ഈ പെണ്ണിന് ഊരും പേരും ഒന്നുമില്ല. മറിയം ബീവിക്കോ ഊരുണ്ട്, പേരുണ്ട്, മഹത്വമുണ്ട്. ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, ചരിത്രത്തിലുണ്ട്, പൂർവ്വവേദങ്ങളിലുണ്ട്. അങ്ങനെയൊക്കെ മഹത്വമുള്ള മറിയം ബീവിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്കെതിരെ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് ചെല്ലുന്നവരാണ് നമ്മൾ. അല്ലാഹ് ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ബീവി, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ബീവി, കറാമത്തുകൾ ഏറെ ഉണ്ടായ ബീവി. ഖുർആനിലെ 3-ാം അധ്യായം 36, 37, 38, 42 വരെയുള്ള സൂക്തം. അങ്ങനെയുള്ള മറിയം ബീവിയെ പോലും വിളിച്ചു പ്രാർത്ഥിച്ചവർ പിഴച്ചുപോയെങ്കിൽ, അങ്ങനെയുള്ള മറിയം ബീവിയെ പോലും വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ പിഴവിലാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഖുർആനിലില്ലാത്ത, സുന്നത്തിലില്ലാത്ത, ഹദീസിലില്ലാത്ത ഒരു ബീവിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു ഈ സമുദായം. അപ്പൊ എന്താണ് തെളിവും മഹത്വവും എന്നല്ല നമുക്ക് മാനദണ്ഡം. ഈസാ നബിക്ക് മാത്രമല്ലാത്തോണ്ടാ ഈസാ നബിയെ കാക്കണേ എന്ന് പറയാത്തത്? ആണോ? ഒരു സമസ്തക്കാരൻ ഈസാ നബിയെ കാക്കണേ, എന്റെ വദരീങ്ങളെ അല്ലെ, എന്റെ ഇബ്രാഹിം നബിയെ എന്നെന്താ പ്രാർത്ഥിക്കാത്തത്? ഇബ്രാഹിം നബിക്ക് മാത്രല്ലായിട്ടാ? ഞാൻ ചോദിക്കുന്നത് മഹത്വം കൊണ്ടാണെന്നാണല്ലോ. മൊയ്തീൻ ശൈഖ് അള്ളാന്റെ ഏറ്റവും വലിയ വരിക. ഇബ്രാഹിം നബിയോ? ഇബ്രാഹിം നബിയോ? നിങ്ങൾ എന്താ ഇബ്രാഹിം നബിനെ വിളിക്കാത്തത്? പാരമ്പര്യമായിട്ട് മുമ്പേ ഗമിച്ചീടിന് ഗോപുതന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളല്ല ഇങ്ങനെ ചെയ്തു പോകുന്നത് കേട്ട് അല്ലാതെ ചിന്തിക്കാൻ വർക്ക് ചെയ്തിട്ടില്ലല്ലോ. വർക്ക് ചെയ്താ മുജാഹിദാവും, വർക്ക് ചെയ്തോടൊക്കെ മുജാഹിദാവുകയും ചെയ്യും. മനസ്സിലായില്ലേ? ആകപ്പാടെ കേരളത്തിലെ ഏത് പണ്ഡിതനും ചേക്കേറാൻ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ കേരള അനുദത്തിൽ മുജാഹിദീൻ പ്രസ്ഥാനം. എന്തുകൊണ്ട്? ഇതിനൊരു ആദർശമുണ്ട്, ഇതിനൊരു ആശയമുണ്ട്, ഇതിനൊരു പ്രമാണമുണ്ട്, ഇതിനൊരു തെളിവുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. 1.25 ലക്ഷത്തോളം അംബിയാ മുർസലീങ്ങളിൽ അപ്പൊ നമുക്കറിയാലോ, പ്രവാചകന്മാരുടെ പാതയാവണം നമ്മുടെ പാത എന്നാണല്ലോ നമ്മൾ പറയുന്നത്. വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ വഔഹൈനാ ഇലൈഹിം ഫീൽ ഖൈറാത്ത്. അല്ലേ എങ്ങനെയല്ലേ ഖുർആൻ പറഞ്ഞത്? വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തെ അംബിയ 73-ാമത്തെ വചനമാണ്. ആ വചനത്ത് പറയുന്നത് അറിയോ? വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ വഔഹൈനാ ഇലൈഹിം ഫീൽ ഖൈറാത്ത്. അവിടെ പറയണമെന്നറിയോ? അപ്രകാരം നമ്മുടെ കൽപ്പന പ്രകാരം നാം പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനെ? നിങ്ങൾക്ക് മാർഗദർശനം നൽകുന്നവരായിട്ട്. ഈ ഒരു പോയിന്റ് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് മാർഗദർശനം നൽകേണ്ടവരാരാ? പ്രവാചകന്മാര്. വഔഹൈനാ, നാം അവരിലേക്ക് വഹി നൽകി, നാം അവരിലേക്ക് ദിവ്യബോധനം നൽകി. എന്തിന്?
വഔഹൈനാ ഇലൈഹിം ഫീലൽ ഖൈറാത്ത്. എന്തൊക്കെയാണ് പുണ്യമെന്നത് അവർ സ്വയം തീരുമാനിച്ചതല്ല, അവർ സ്വയം കണ്ടെത്തിയതല്ല, മറിച്ച് അള്ളാഹു വഹി നൽകിയതാണ്. അപ്പൊ പ്രവാചകന്മാരെയാണ് അള്ളാഹു തെരഞ്ഞെടുത്തത്. അംബിയ 21-ാം അധ്യായം 73-ാമത്തെ വചനമാണ്. അംബിയാക്കളെയാണ് തെരഞ്ഞെടുത്തത്. ആ അംബിയാക്കളിൽ നിങ്ങൾ പരിശോധിക്കണം, 1.25 ലക്ഷത്തോളം അംബിയാ മുർസലീങ്ങൾ ലോകത്ത് വന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ 25 പ്രവാചകന്മാരെ ഖുർആൻ പരാമർശിച്ചല്ലോ. അതിൽ തന്നെ കേട്ടകറി ഉയർത്തി ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാരായി നൂഹ് അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം, മസീഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം, അഷ്റഫുൽ ഖൽഖായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 പ്രവാചകന്മാരെ കേട്ടകറി ഉയർത്തി ഉന്നതന്മാരായി പഠിപ്പിച്ചു. നമുക്ക് മാർഗദർശനം ഖുർആനാണോ? ഖുർആനാണോ നമ്മുടെ ഒന്നാമത്തെ പ്രമാണം? എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ആ ഒന്നാമത്തെ പ്രമാണത്തിൽ മക്കയിൽ അവതരിച്ച 91 അധ്യായം, മദീനയിൽ അവതരിച്ച 23 അധ്യായം, ഈ അധ്യായങ്ങളിലൂടെ കടന്നുപോയാൽ 114 അധ്യായമുള്ള വിശുദ്ധ ഖുർആനിൽ എത്ര നബിമാരുടെ പ്രാർത്ഥന അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്? ഏതെങ്കിലും ഒരു നബി പൂർവകാല നബിയോട്, ഉദാഹരണം നൂഹ് നബി അലൈഹിസ്സലാം ആദം അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിച്ചുവോ? സഹായം തേടിയോ? ഖുർആൻ ഇത് പറഞ്ഞു തന്നോ? ഖുർആനിന്റെ വചനത്തിലെടുത്ത് കാണാൻ കഴിയുമോ? ഇല്ല. എന്തുകൊണ്ട് ആദം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആൻ ഉദ്ധരിച്ചു. ഖുർആനിലെ 7-ാം അധ്യായം 23-ാമത്തെ വചനം അത് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാ? റബ്ബനാ വലംനാ എന്നാണ് തുടങ്ങുന്നത്. അങ്ങനെ നിങ്ങൾ ഖുർആൻ ഒരു ആയത്ത് ഉദ്ധരിക്കി, ഇബ്രാഹിം നബിയെ എന്ന് തുടക്കത്തിൽ വിളിച്ചിട്ട് റബ്ബിന്റെ സ്ഥാനത്ത് ഇബ്രാഹിം നബിയെ നിർത്തി. ഇബ്രാഹിം നബിയുടെ പേരെന്ന അതിനുശേഷം വന്നൊരു നബിയുടെ പ്രാർത്ഥന നിങ്ങൾ ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഖുർആനിൽ അങ്ങനെയാ തെളിവ് ഉദ്ധരിക്കല്. തെളിവ് എന്ന് പറയുന്നത് അങ്ങനെയാ തെളിവ് ഉദ്ധരിക്കേണ്ടത്. എങ്ങനെ? ഇപ്പൊ നിങ്ങൾ നോക്ക്, മുജാഹിദുകൾ പറയുന്നു പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്നത് ഇബ്ലീസിന്റെ വാദമാണ്. എങ്കിലും ഞാൻ പറയുന്നു നൂഹ് നബി അതാണ്, ആദം അലൈഹിസ്സലാം അതാണ്, പ്രവാചകന്മാർ മുഴുക്കെ ഇബ്ലീസിന്റെ ആളുകളാണ്. നിങ്ങളുടെ വാദം എന്താ? പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്നത് ഇബ്ലീസിന്റെ വാദമാണ്. വഴിപിരിഞ്ഞവർക്ക് എന്ത് പറ്റി എന്ന പുസ്തകത്തിൽ അതിന്റെ 37-ാമത്തെ പേജിൽ ആഷിൻ നഈമി എഴുതിയതും ഈലത്ത് മുഹമ്മദ് ശവദാരിക എഴുതിയതുമായ അതിന്റെ പുസ്തകത്തിന്റെ 37-ാമത്തെ പേജിൽ നിങ്ങൾ പറയും. എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ആദം അലൈഹിസ്സലാം അല്ലാത്ത ആരോട് പ്രാർത്ഥിച്ചു? നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. മലക്കുകളോട് പ്രാർത്ഥിച്ചില്ല, ജിന്നുകളോട് പ്രാർത്ഥിച്ചില്ല, പടച്ച തമ്പുരാനോട് മാത്രമായി അവർ പ്രാർത്ഥിച്ചു. നൂഹ് അലൈഹിസ്സലാം 950 വർഷം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ആവശ്യപ്പെട്ടു. റബ്ബിനോട് നിർത്താൻ ആവശ്യപ്പെട്ടു. ഇബ്രാഹിം നബി, നൂഹ് നബി മുജാഹിദായിരുന്നോ? നൂഹ് നബി മുജാഹിദായിരുന്നു. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തി വയജഅൽ ലക്കും അൻഹാറാ മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. 71-ാം അധ്യായം സൂറത്തുൽ നൂഹ് 28 ആയത്തുകളാണ് അതിലുള്ളത്. ഇങ്ങനെ ഖുർആനിൽ നൂഹ് നബി ആ നാട്ടുകാരോട് പറയുന്നത് എന്താ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ സ്റ്റേജ് ഉണ്ടായിരുന്നില്ല, ഇതുപോലെ മൈക്ക് ഉണ്ടായിരുന്നില്ല, ഇതുപോലെ ലൈറ്റും സംവിധാനം ഉണ്ടായിരുന്നില്ല, ഇതുപോലെ റെക്കോർഡ് ഉണ്ടായിരുന്നില്ല. റോഡിൽ അങ്ങോട്ട് ഇറങ്ങിയിട്ട് നൂഹ് നബി പറഞ്ഞു, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. സൂറത്ത് നൂഹ് 8 പരിശോധിക്കി, അതിൽ കാണാം നൂഹ് നബി, പടച്ചവനെ നീ അവർക്ക് പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ അവരെ വിളിച്ചപ്പോൾ, പടച്ചോനെ നീ അവർക്ക് പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി ആരാണ് പാപം പൊറുക്കേണ്ടത്? അല്ലാഹുവാണ്. അതുകൊണ്ടാണ് നൂഹ് അലൈഹിസ്സലാം ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തൂ. നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തുന്നല്ല, ഏതെങ്കിലും പ്രവാചകനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നല്ല, മറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. ഖുർആനിലെ 71-ാം അധ്യായം 10, 11, 12, 13 അങ്ങനെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ, പടച്ചോനോട് റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ നിങ്ങൾക്ക് അവൻ സമൃദ്ധമായി മഴ ചൊരിഞ്ഞു തരും. കണ്ടോ? അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയ